ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നല്ല വാക്കുകൾ ഒരിക്കലും നല്ല പ്രവൃത്തികൾക്ക് സമാനമാകില്ല. നമ്മൾ എന്തു പറയുന്നു എന്നതല്ല, എന്ത് പ്രവർത്തിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള യോഗ്യത ലഭിക്കുക. അതായത് നാം എപ്പോഴും സ്വർഗീയ പിതാവായ ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുവാൻ സന്നദ്ധതയുള്ളവരായിരിക്കണം എന്നർത്ഥം. അനുദിന ജോലികളിലും ഉത്തരവാദിത്തങ്ങളിലും വിശ്വസ്തരും ഉദാരമനസ്കരുമായിരിക്കുവാനും എല്ലാറ്റിലും ഉപരി ഈശോയുമായി അനുരൂപരാകുവാനും അവിടുത്തെ നന്മകൾ അനുകരിക്കുവാനും നമുക്ക് സാധിച്ചാൽ നമ്മൾ ദൈവരാജ്യത്തിന് അവകാശികളാകും. തിരുപ്പിറവിക്കായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ ദിനങ്ങളിൽ ദൈവവചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാനും അത് ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. എന്റെ ഉണ്ണീശോയെ, നിന്റെ ലാളിത്യം എന്നെ പഠിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദിവസം നമ്മൾ ചെയ്യുന്ന ഓരോ ത്യാഗപ്രവൃത്തിയും രാഷ്ട്രീയ ഭരണാധികാരികൾക്ക് വേണ്ടി കാഴ്ചവെക്കുകയും ജനനന്മയ്ക്കും രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിക്കും വേണ്ടി നല്ല ഭരണം കാഴ്ചവെക്കുവാനുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.